പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചു കൈമാറിയ റിപ്പോർട്ട് അമ്മയെ ബാധിക്കുന്നതല്ലെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിക്ക് നേരെ തന്നെ ആദ്യ ആരോപണം ഉയർന്നു. ഇതോടെയാണ് താരസംഘടന തുലാസിലായത്. ഒടുവിൽ മാധ്യമങ്ങൾക്ക് പോലും മുഖം നൽകാനാവാതെ കേവലം ഒരു വാർത്താക്കുറിപ്പിൽ ഭരണസമിതിയുടെ രാജി പ്രസിഡന്റ് മോഹൻലാൽ അറിയിച്ചു. സംഘടനയെ നവീകരിച്ച് ശക്തിപ്പെടുത്താൻ പുതിയ നേതൃത്വത്തെ 2 മാസത്തിനകം തിരഞ്ഞെടുക്കുമെന്നും വ്യക്തമാക്കി. ആരോപണ വിധേയരെ പൂർണ്ണമായും നേതൃസ്ഥാനത്ത് നിന്ന് നീക്കി സംഘടനയെ രക്ഷിക്കാനുള്ള നീക്കം എപ്രകാരമാകുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ആരോപണങ്ങളുടെ കുന്തമുന അമ്മ ഭാരവാഹികളിലേക്ക് അടക്കം ചൂണ്ടിയപ്പോൾ അത് ഗൗരവമേറിയതാണെന്ന് പറയാൻ ആർജവം കാണിച്ചവരാണ് നടന്മാരായ ജഗദീഷും പൃഥ്വിരാജും. ഇവർ സംഘടനയുടെ നേതൃനിരയിൽ എത്തണമെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. അപ്പോൾ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചു കൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറുപ്പക്കാർക്കും വനിതകൾക്കും നേതൃനിരയിൽ പ്രാധാന്യമുണ്ടാകണമെന്ന ആവശ്യമാണ് നടി ഉഷ ഹസീന പറയുന്നത്. പുതിയ തലമുറയിലുള്ളവർ അവർ വരണമെന്ന് എപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പോൾ പൃഥ്വിരാജ്, ചാക്കോച്ചൻ, ആസിഫ് അലി, ടൊവിനോ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. സംഘടനയിലെ കൂട്ടരാജിയെ ഞെട്ടലോടെ കേട്ട നടി ശ്വേത പുതിയ ആളുകൾ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടു. മാറ്റം പുതിയ തലമുറ ആൾക്കാർ വരട്ടെ, കുറച്ച് സ്ത്രീകൾ കൂടിയും വരട്ടെ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്ത്രീ പ്രസിഡന്റ് ആവാം, ചിലപ്പോൾ ആർക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് ആവാം. പുതിയ കമ്മിറ്റിയിൽ 50% വനിതകൾ ഉണ്ടാകണമെന്നും ഭാഗ്യലക്ഷ്മിയും വ്യക്തമാക്കി. അവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് തന്നെ പറയണം, ഒരു വനിതാ അധ്യക്ഷ ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവുകയാണെങ്കിൽ 50-50 ആയിരിക്കണം. 50% സ്ത്രീ, 50% പുരുഷൻ. അമ്മ സംഘടനയെ ശക്തിപ്പെടുത്തുവാനും നവീകരിക്കുവാനും കേൾപ്പുള്ള പുതിയ നേതൃത്വം സംഘടനയിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിലെ ഭാരവാഹികളുടെ കൂട്ടരാജി. അതിന് വഴിതെളിച്ചതാകട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.